പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനോട് നയന പറയുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകണം, നന്ദുവിനോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ അച്ഛനെയും അമ്മേനെയും അറിയിക്കുന്നത് എന്നൊക്കെയാണ് ആദർശ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നയനയ്ക്ക് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്ദുവിനോട് ചോദിച്ചേ പറ്റുള്ളൂ, അവളുടെ മനസ്സിൽ എന്താണെന്നും കൂടി അറിയണമല്ലോ, നമുക്ക് അവൾ വാക്ക് തന്നിട്ട് അത് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ നയന പറയുന്നത്. പിന്നീട് അനീനെ കാണിക്കുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും നന്ദുവിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അന്ന് ആൽത്തറയിൽ വെച്ചിട്ട് അവർ കണ്ടപ്പോൾ ഇങ്ങനെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് അനാമികയുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ്. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരുടെ ഒപ്പം ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് സമയം ഇപ്പോൾ കറക്കാണല്ലോ എന്നൊക്കെ അനാമിക പറയൂട്ടോ. അപ്പോൾ നീയും കൂടെ വരുന്നോ, എന്നാൽ നമുക്കൊരു റൈഡിന് പോകാമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, അതിനുള്ള സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നന്ദു അനിയായിട്ടുള്ള സീന് ഇവിടെ ഞാൻ എല്ലാവരെയും കാണിച്ചു എന്നുള്ളത്. എന്നിട്ട് പിന്നെ അനാമികയാണെങ്കിലും ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ടായിരുന്നു അനീനെ ബെൽറ്റ് വെച്ച് അടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പ്രതികരിക്കാതിരുന്നാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ എന്നെ ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ അവൻ തന്നെ ഡിവോഴ്സിന് മൂവ് ചെയ്യണം, അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാമല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നീ ഏത് സമയത്ത് പുറത്ത് വന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ അനാമികയുടെ ബോയ് ഫ്രണ്ട് അനാമികനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി നീ ഇങ്ങനെ പുറത്ത് ചാടുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഏകദേശം റൂട്ടൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയായിട്ട് തന്നെ ഡിവോഴ്സിന് മൂവ് ചെയ്താലല്ലേ അനാമികയ്ക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വീണ്ടും അനീനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അനി നല്ല ഉറക്കമായിരിക്കും. അതേസമയം ദേവയാനി അനിയുടെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അനിയുടെ കയ്യിലേക്ക് ആണെങ്കിലും അനാമിക ബെൽറ്റ് വെച്ച് അടിച്ച് ഇങ്ങനെ പാടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ദേവയാനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് തിരിച്ച് വാതിലടിച്ച് പോവുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നീട് രാവിലെയാണ് കേട്ടോ ആദർശ് നയനയും കൂടെ നയനയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെ തന്നെ വരുന്ന കാണുമ്പോൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു എന്താ രണ്ടുപേരും ഇത്ര രാവിലെ തന്നെ എന്ന് അവരോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ നേരത്തെ തന്നെ വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശമാണ് കേട്ടോ പറയുന്നത് ഇവൾക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോയാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല എന്ന് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊന്നും വരാറില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ. പിന്നീട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു മോൻ വാങ്ങി തന്ന വീടാണത്, ആദ്യം ഞങ്ങൾക്ക് വാടകയ്ക്കാണെന്ന് പറഞ്ഞാണ് എടുത്ത് തന്നത്, പിന്നെ അത് ഇങ്ങനെ നമ്മുടെ പേരിലാക്കി തരുമായിരുന്നില്ലേ, അതുകൊണ്ട് മോൻ എടുത്ത് തന്ന വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ താമസിക്കണം എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എഴുതി തന്ന വീട് അച്ഛൻ്റേത് സ്വന്തമാണ്, അതിൽ അവകാശം പറയാൻ ഞങ്ങളൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു ഈ ഓണത്തിന് നന്ദുവിൻ്റെ പേരിലൊരു വില്ല വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, ഞാൻ കിരണിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അതൊന്നും വേണ്ട മോനെ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു ശമ്പളം എങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് അതുപോലും വാങ്ങിക്കാൻ മടിയാണ്, നിർബന്ധിച്ചാണ് അതന്നെ വാങ്ങിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഓണത്തിനും റെക്കോർഡ് സെയിലായിരിക്കും അവിടെ നടക്കുക, നൈനാസ് കളക്ഷൻസ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു പങ്കും നിങ്ങൾക്കും കൂടെ അർഹതപ്പെട്ടതാണെന്ന് പറയുമ്പോൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു ആ ലാഭത്തിൻ്റെ പങ്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാണ്, അത് ഞങ്ങളും കൂടെ പറ്റുന്നത് ശരിയല്ല എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. എന്തായാലും പിന്നെ നയന എസ് ഐ പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് നന്ദുനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ ഗോവിന്ദനാണെങ്കിലും പിന്നീട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മോനൊന്ന് കാണാനിരിക്കുകയായിരുന്നു, അനിയുടെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദു പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിന്ന് അറിയും കേട്ടോ. അപ്പോൾ മോളെ നീ ഇങ്ങനെ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എപ്പോഴും ഇങ്ങനെ വാദിക്കാറുണ്ടല്ലോ, ഞങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഒരു സ്നേഹമല്ല അനീനോട് നിനക്കുള്ളത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ചേച്ചിയുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തെളിവുണ്ടെങ്കിൽ അത് കാണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അനി ചിലപ്പോൾ ഇങ്ങനെ ചില ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്, ഇങ്ങനെ സ്റ്റേഷനിൽ വരുമ്പോഴും സെൽഫിയൊക്കെ എടുക്കാറുണ്ട്, അതിങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ നയന പറയുന്നുണ്ടായിരുന്നു മോളെ നിൻ്റെ മനസ്സ് എനിക്കറിയാം, നിനക്ക് പഠിക്കുന്ന കാലത്തും ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് ആൺകുട്ടികളായിരുന്നു, രാകേഷും വിഘ്നേഷും ഒക്കെ നിൻ്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും, ആ സമയത്തൊന്നും നിൻ്റെ മനസ്സ് ഇങ്ങനെ നിൻ്റെ കൈ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, അനീനെ കണ്ടതോടുകൂടി അതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ വീഡിയോ നന്ദുവിനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനും അത് കാണുമ്പോൾ എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് നയന ചോദിക്കുന്ന സമയത്ത് നന്ദു ഇങ്ങനെ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ചേച്ചി അത് വിശ്വസിക്കുമോ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നീ എന്ത് പറഞ്ഞാലും അതങ്ങനെ വിഴുങ്ങാനൊന്നും പറ്റില്ല എന്നാണ് നയന പറയുന്നത്. അപ്പോൾ
എന്തായാലും പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, അനീനെ കാണാനില്ലാതായപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചില്ലേ, അതുപോലെ തന്നെ എനിക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാരണമാണല്ലോ അവനെ കാണാതെ പോയത് എന്നുള്ളത്. അപ്പോൾ അവനെ കണ്ടെത്തണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ ആൽത്തറയിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഇങ്ങനെ ഒട്ടും ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ചെയ്തൊരു കാര്യമാണ് അത്. അപ്പോൾ എനിക്കും ഒന്ന് അങ്ങ് പ്രതികരിക്കാൻ പറ്റാതെയായി. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനിയാണെങ്കിലും ഒരു ചെറിയ ചിരി ചിരിക്കും കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ചിരിക്കൊന്നും വേണ്ട, അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പിന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഒരു എസ് തന്നെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും എന്നോട് എത്ര സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവനെ തള്ളി മാറ്റുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ഇതിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റാതെ ആയി പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ അവനെ തള്ളി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദു. പിന്നെ ഈ വീഡിയോ ആരാ എടുത്തതെന്ന് നന്ദു നൈനിനോട് ചോദിക്കുമ്പോൾ അത് ആരാ എടുത്തതെന്നൊന്നും അറിയില്ല എന്ന് നൈന പറയൂ കേട്ടോ. പക്ഷേ ഇത് കിട്ടാൻ പാടില്ലാത്തവരുടെ കയ്യിൽ തന്നെയാണ് ആ വീഡിയോ കിട്ടിയത്. അനാമികയും അതുപോലെ തന്നെ ഇളയമ്മയും കൂടിയാണ് ഈ വീഡിയോ അവിടെ അനന്തപുരിയിൽ എല്ലാവരെയും കാണിച്ചത്. ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി മാത്രമേ ഇത് കാണാൻ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ അനാമികയുടെയും അപ്പച്ചിയുടെയും കയ്യിലൊക്കെ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് അവരും വൈകാതെ ഇതൊക്കെ കാണും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അനീനോട് കൂടുതൽ അടുപ്പൊന്നും വേണ്ടാന്നൊക്കെ തന്നെയുള്ള ഉപദേശങ്ങൾ തന്നെയാണ് നന്ദുവിന് കൊടുക്കുന്നത്. നൈനിയാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ നൈനിയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് എന്തോന്ന് അറിയില്ല, പോകാനൊരു മടി. അപ്പോൾ ചേച്ചി പോയി കഴിച്ചോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിനക്കും കൂടി വന്നിരുന്ന് കഴിച്ചാൽ എന്താ, വേഗം വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നൈനെ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നൈനെ പോയി കഴിയുമ്പോഴും നന്ദുവിന് ആകെ ഒരു ചമ്മലാണ് കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ആദർശാണെങ്കിലും നൈന അങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദർശിനോട് ഗോവിന്ദന് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൈനയും കൂടെ വരട്ടെ എന്ന് പറയും. അപ്പോഴേക്കും നൈനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നൈന വരുമ്പോൾ നന്ദു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളിപ്പോൾ വരുമെന്നും പറയുകയാണ് കേട്ടോ. പിന്നീട് അവർ അനിയുടെ കാര്യം തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നന്ദു വന്നിരിക്കുമ്പോൾ നന്ദുവിനാണെങ്കിലും ആദർശിൻ്റെ മുഖത്തേക്കും ഒക്കെ നോക്കിയിട്ട് ഒരു ചമ്മലിട്ട്. അപ്പോൾ ആദർശം എല്ലാവരും വീഡിയോ കണ്ടതാണല്ലോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും നന്ദുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും, എന്താ മോളെ നിനക്കൊരു പരിങ്ങല് എന്ന് ചോദിക്കും കേട്ടോ. ഒന്നുമില്ല അച്ഛാന്ന് ഇങ്ങനെ നന്ദു പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അനിയുടെ കാര്യം തന്നെയാണ് ഗോവിന്ദൻ പറയുന്നത്. ഇനിയിപ്പോൾ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് അനീനെ ഇങ്ങനെ കണ്ടാലും അവഗണിക്കാനൊന്നും നിൽക്കണ്ട എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുകയാണ് കേട്ടോ. അത് നൈനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ അച്ഛൻ അവളോട് അങ്ങനെ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇവളെയും കൂടെ അനന്തപുരിയിലേക്ക് പറഞ്ഞയക്കാനുള്ള പ്ലാൻ ഉണ്ടോ അച്ഛനും അമ്മയ്ക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത് എന്ന് കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, അനി ഇങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ്, അപ്പോൾ ഇങ്ങനെ നന്ദു ഇങ്ങനെ അവനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവൻ എന്താ ചെയ്യാന്ന് അറിയില്ല. ഇന്നിപ്പോൾ അവൻ ഒരു ദിവസം മാറി നിന്നു, അതിൻ്റെ ഇടയ്ക്ക് അവനെ നന്ദു കണ്ടെത്തിയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവിടുന്ന് എണീക്കുമ്പോൾ അവൻ മറ്റെവിടേക്കെങ്കിലുമൊക്കെ മാറി നിൽക്കും. അങ്ങനെ ഒരു 3-4 ദിവസം അവൻ മാറി നിൽക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചതല്ലേ നൈനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മോളോട് ഇനിയിപ്പോൾ അനീനെ കാണുമ്പോൾ ഇങ്ങനെ അവഗണിക്കേണ്ട അവനെ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈന പറയുകയാണ്, നന്ദു ആണെങ്കിലും അവനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് അവന് കിട്ടിയാൽ മതി, പിന്നെ അവൻ ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ കൂടുതൽ അടുപ്പിക്കും വേണ്ട, എന്നാൽ അവനെ വെറുപ്പിക്കും വേണ്ട എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അതാണ് മോളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശ് വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ഒന്നും കൂടെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അനിക്കും അതുപോലെ തന്നെ നന്ദുവിനും ഒരുമിക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് തടഞ്ഞത് എന്നിങ്ങനെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനീൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ഒട്ടും സ്നേഹിക്കാൻ അറിയാത്ത ഒരുത്തിയാണല്ലോ എന്നും കൂടെ പറയുന്നുണ്ട്. അനാമികയുടെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ. പിന്നീട് ജലജയാണെങ്കിലും മുത്തശ്ശീൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ ഇപ്പോൾ പഴയ പ്രതാപവും പ്രശസ്തിയൊന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകനും നീയും തന്നെയായിരിക്കും അതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ കാട്ടിൽ കുറുക്കന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കുറുക്കനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറുക്കനിപ്പോൾ കുറുക്കന്മാർ ആദർശും അനിയൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ അബിക്ക് ആ പേര് ചാർത്തി കൊടുക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല, ഇപ്പം ഇങ്ങനെ വഴി തെറ്റി നടക്കുന്നത് ആദർശവും അനിയും ആണെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അനാമിക എവിടേക്കോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളെ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ്, അവൾ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, സമയം ഈ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അനാമികേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, ഇവൾ പറയുന്നത് കേട്ട് മോള് നടക്കരുത് കേട്ടോന്ന്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, പിന്നെ ഞാൻ ആര് പറയുന്നത് കേട്ടാണ് നടക്കേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പിന്നീട് അനീനെ കുറിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു, ഒരുത്തിനെ കല്യാണം
കഴിച്ചു കൊണ്ടുവന്നിട്ട് അവൻ ഇപ്പം മറ്റൊരുത്തിയുടെ പിറകെയാണല്ലോ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അനാമികയും പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും നല്ലവരാണ്, ഞാനും എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണല്ലോ മോശക്കാർ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളും കൂടെ പറയാനുള്ളൂ. അതുവരെ എൻ്റെ ഈ വീട്ടിലെ താമസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, ഏത് നിമിഷം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് 2 കൊച്ചുമക്കളെയും പോലെയല്ല ഞാൻ പലതും ഇങ്ങനെ മനസ്സിലടക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ കുടുംബത്തിന് ഒരു ദോഷം വരരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ നടക്കുന്നതെന്ന് പറയുമ്പോൾ മോൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാലോ, അത് ഞങ്ങളോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് വന്നിട്ടുള്ളത്, അത് ആ പ്രതീക്ഷയ്ക്ക് തെറ്റിയ ഒരു സങ്കടം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അവളിങ്ങനെ അഭിനയിക്കാൻ എന്നേക്കാളും മിടുക്കിയാണല്ലോ എന്നുള്ളത്. പിന്നീട് ജലജയാണെങ്കിൽ വീണ്ടും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അനിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, അനിയാണെങ്കിലും നന്ദുവിൻ്റെ പിറകെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇങ്ങനെ വീണ്ടും മുത്തശ്ശീനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിലും ആ സമയത്ത് ജലജയനോട് പറയുന്നുണ്ടായിരുന്നു നീയും ജാനകിയും കൂടിയാണ് ആ കുട്ടീനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്